വിജയ് ഹസാരെ ടൂർണമെന്റിൽ നിന്ന് കാരണം കാണിക്കാതെ സഞ്ജു സാംസൺ മാറി നിന്നു എന്ന് KCA പ്രസിഡന്റ് ജയേഷ് ജോർജ്. അച്ചടക്ക നടപടി എടുക്കേണ്ടതാണ് എന്നും ജയേഷ് ജോർജ് പ്രതികരിച്ചു. നേരത്തെ ചാമ്പ്യൻസ് ട്രോഫിക്കായുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ നിന്ന് മലയാളി താരം സഞ്ജു സാംസണെ തഴഞ്ഞതിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷനെ വിമർശിച്ചുകൊണ്ട് ശശി തരൂർ MP രംഗത്ത് വന്നിരുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഹരികൃഷ്ണൻ ആണ് ചേരുന്നത് സ്പോർട്സ് ഡെസ്കിൽ നിന്ന്. ഹരി, ഏറെ പ്രതീക്ഷയോടെ മലയാളികൾ കാത്തിരുന്ന ടീം പ്രഖ്യാപനം. 15-അംഗ ടീമിൽ ഇത്തവണ സഞ്ജു ഉണ്ടാകും എന്ന് ഏതാണ്ട് ഉറപ്പിച്ചിരുന്നതാണ്. മിന്നുന്ന ഫോമിൽ തന്നെയാണ് സഞ്ജു സാംസൺ കഴിഞ്ഞ കുറച്ച് നാളുകളായി. പക്ഷേ ടീമിൽ നിന്ന് തഴയപ്പെടുന്നു. എന്തുകൊണ്ടാണത് എന്നാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. കൃത്യമായി സൂചിപ്പിക്കുകയാണെങ്കിൽ എല്ലാ അന്താരാഷ്ട്ര പ്ലേയേഴ്സും, പ്രത്യേകിച്ച് എല്ലാ ഇന്ത്യൻ താരങ്ങളും ഉൾപ്പെടെയുള്ളവർ ആഭ്യന്തര മത്സരങ്ങൾ കളിക്കണം എന്നുള്ളത് ഒരു നിബന്ധനയാണ്. പക്ഷെ പലപ്പോഴായി ആഭ്യന്തര മത്സരങ്ങളിൽ പ്രധാനപ്പെട്ട താരങ്ങൾ പങ്കെടുക്കാറില്ല. പ്രധാനമായും പല കാരണങ്ങളുമുണ്ട്. അതിൽ പലതും അവരാരും കൃത്യമായ റീസൺ പോലും പറയാറില്ല എന്നുള്ളതാണ്. ഇത് കൃത്യമായി അജിത് അഗാർക്കറും സംഘവും, ചീഫ് സെലക്ടറാണ് അജിത് അഗാർക്കർ. അപ്പോൾ കഴിഞ്ഞ ദിവസം അജിത് അഗാർക്കറും രോഹിത് ശർമ്മയും ടീമിനെ പ്രഖ്യാപിക്കുന്ന വേളയിൽ എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത് സഞ്ജുവിന്റെ പേര് തന്നെയായിരുന്നു. 15-അംഗ സ്ക്വാഡിൽ സഞ്ജുവിന്റെ പേര് ഉറപ്പായും ഉണ്ടാവേണ്ടിയിരുന്നതാണ്. കാരണം ബംഗ്ലാദേശിനെതിരായ മത്സരങ്ങളിലും സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ മത്സരങ്ങളിലുമുള്ള സെഞ്ചുറികളൊക്കെ തന്നെ അതിന് പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളും കൂടിയായിരുന്നു. ഇന്ത്യൻ കുപ്പായത്തിൽ സഞ്ജു സാംസൺ അടിച്ചുകൂട്ടിയ സെഞ്ചുറികൾ, പ്രത്യേകിച്ച് സൗത്ത് ആഫ്രിക്കൻ മണ്ണിൽ അടിച്ചുകൂട്ടിയ സെഞ്ചുറികൾ അത്രമേൽ തിളക്കമാർജിച്ചതായിരുന്നു. ഒരു ഓവറിൽ 5 6 ഒക്കെ അടിച്ച സഞ്ജുവിന്റെ പ്രകടനം ഇപ്പോഴും ഓരോരുത്തരും ഓർത്ത് വെക്കുന്നതാണ്. അപ്പോൾ ചാമ്പ്യൻസ് ട്രോഫിയിൽ സഞ്ജുവിന്റെ പേരുണ്ടാകും എന്നുള്ളത് 100% ഉറപ്പായിരുന്ന ഒരു ഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് സഞ്ജുവിന്റെ പേര് തന്നെ 15-അംഗ സ്ക്വാഡിൽ ഇല്ലാതിരുന്നത്. ഇതിന്റെ കാരണം എന്തുകൊണ്ടെന്ന് മനസ്സിലാക്കുമ്പോഴാണ് വിജയ് ഹസാരെ ട്രോഫി പോലുള്ള ഒരു പ്രധാനപ്പെട്ട ഇന്ത്യയുടെ ആഭ്യന്തര ടൂർണമെന്റിൽ സഞ്ജു ഒരു കാരണവുമില്ലാതെ തന്നെ ടീമിൽ നിന്നും പിന്മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. KCA സെക്രട്ടറിയായ വിനോദ് കുമാറിന് കൃത്യമായി സഞ്ജു ഒരു മെയിൽ അയക്കുന്നു. ഒരു സെന്റൻസ് വരി, ഒരൊറ്റ വരി മാത്രം അറിയിക്കുന്നു, ക്യാമ്പിൽ താൻ പങ്കെടുക്കുന്നില്ല. എന്താണ് റീസൺ എന്നുള്ളത് സഞ്ജു വ്യക്തമാക്കുന്നില്ല. ദുബായിലാണ് സഞ്ജു ആ സമയത്ത് ഉണ്ടായിരുന്നത് മനസ്സിലാക്കുന്നു. പക്ഷേ സഞ്ജു എന്തുകൊണ്ടാണ് ആ കാരണം എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തതയും വരുത്താത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തതാണ്. ഇതാണ് കൃത്യമായി BCCI സെലക്ടേഴ്സിനെ ചൊടിപ്പിച്ചിട്ടുള്ളത്. കൃത്യമായി KCAയോട് BCCI അന്വേഷണം തിരക്കുന്നു. എന്തുകൊണ്ട് സഞ്ജു പങ്കെടുത്തില്ല എന്ന് ചോദിക്കുന്നു. വിശദീകരണം നൽകിയിട്ടില്ല എന്ന് KCA മറുപടി പറയുന്നു. ഇതെല്ലാം തന്നെയാണ് സഞ്ജുവിന് ടീമിൽ ഇടം നേടാൻ സാധിക്കാത്തത് എന്ന് കൃത്യമായി പറയാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം ജയേഷ് ജോർജ് പറഞ്ഞിരുന്നതും ഇപ്രകാരമായിരുന്നു. KCA ഇത് സംബന്ധിച്ച് കർശനമായ നടപടി എടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്, പക്ഷെ നടപടി എടുത്തിട്ടില്ല എന്നാണ് ജയേഷ് ജോർജ് പറയുന്നത്. മാത്രമല്ല ഇതിനു മുമ്പും സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. രഞ്ജി ട്രോഫിയിലും ടൂർണമെന്റിന്റെ മധ്യേ സഞ്ജു പിന്മാറിയതും വലിയ ചർച്ചാ വിഷയമായിരുന്നതാണ്. എന്നാൽ സയ്യദ് മുസ്താഖ് അലി ട്രോഫിയിൽ സഞ്ജു കേരള ടീമിനെ നയിക്കുകയും ചെയ്തിരുന്നു. ഗ്രൂപ്പ് ഇയിൽ മികച്ച പോരാട്ടം കേരളത്തിന് നേടാൻ സാധിച്ചില്ല എന്നുള്ളത് വസ്തുതയാണ്. പലപ്പോഴായി മുന്നോട്ട് പോകുമെന്ന് കരുതിയിരുന്നെങ്കിൽ പോലും പോയിന്റ് ടേബിളിൽ 4ാം സ്ഥാനത്തായിരുന്നു കേരളത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ സഞ്ജുവിന് കേരളത്തിനെ നയിച്ചിരുന്ന സമയത്ത് സഞ്ജുവിന് ആ ഫോം തുടരാൻ സാധിച്ചിരുന്നില്ല എന്നുള്ളതും വസ്തുതയാണ്. ഹൈദരാബാദിലായിരുന്നു മത്സരങ്ങളൊക്കെ അരങ്ങേറിയിരുന്നത്. പക്ഷേ ഇന്ത്യൻ ടീമിൽ സഞ്ജു ഉണ്ടായിരിക്കും, അത് 100% ഉറപ്പായിരുന്നു എന്ന് കരുതിയിരുന്ന വേളയിലാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം എന്നുള്ളതും കൂടി എടുത്ത് സൂചിപ്പിക്കേണ്ടതുണ്ട്. കാരണം മാത്രമല്ല കഴിഞ്ഞ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഉൾപ്പെടെ ഇന്ത്യൻ താരങ്ങളുടെ പ്രകടനം കുറവ്, പ്രത്യേകിച്ച് സീനിയർ താരങ്ങളുടെ ഒക്കെ പ്രകടനത്തിന് ശേഷം BCCI കർശനമായ പല നിലപാടുകൾ എടുത്തിരുന്നു. എല്ലാ താരങ്ങളും ആഭ്യന്തര മത്സരങ്ങൾ കളിച്ചിരിക്കണം, അത് പ്രധാനപ്പെട്ട നിബന്ധനയായി തന്നെ മാറ്റുന്ന രീതിയിലേക്ക് BCCI കർശനമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെയും കൂടി ഭാഗമായിട്ട് തന്നെയാണ് സഞ്ജുവിനെ ഈ ടീമിൽ 15-അംഗ സ്ക്വാഡിൽ എടുക്കാത്തത് എന്നും കൂടി പറയേണ്ടി വരും. കാരണം എന്താണ് കാരണം, സഞ്ജു എന്തുകൊണ്ട് ക്യാമ്പിൽ പങ്കെടുത്തില്ല എന്നുള്ളതും കൂടി കൃത്യമായ വിശദീകരണം സഞ്ജു നൽകാത്തിടത്തോളം കാലം ഇതുവരെ സഞ്ജു അതിന് കൃത്യമായ ഒരു മറുപടി പറഞ്ഞിട്ടുമില്ല. പിന്നീട് പറയുന്നത് താൻ ടൂർണമെന്റിൽ പങ്കെടുക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ്. അപ്പോഴാണ് ജയേഷ് ജോർജ് കൃത്യമായി മറുപടി പറയുന്നത് അങ്ങനെ തോന്നുമ്പോൾ വന്ന് കളിച്ചിട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളൊരു നിലപാട് KCA അറിയിക്കുകയും ചെയ്തു. കാരണം KCAക്ക് കൃത്യമായ പോളിസികളുണ്ട്. അതനുസരിച്ച് ഏത് പ്ലെയർ ആണെങ്കിലും 30-അംഗ സ്ക്വാഡായിരുന്നു ക്യാമ്പിൽ പങ്കെടുക്കേണ്ടിയിരുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട താരം തന്നെയായിരുന്നു സഞ്ജു. സഞ്ജുവാണ് ടീമിനെ നയിക്കേണ്ടി വരുന്നത്. പക്ഷേ ഒരു കാരണവുമില്ലാതെ സഞ്ജു പിന്മാറുമ്പോൾ KCAക്ക് കൃത്യമായ പോളിസി ഉണ്ട്. അത് എല്ലാ കളിക്കാർക്കും അത് ബാധകമാണ്. അത് ആരായാലും ശരി, അത് സഞ്ജു ആയാലും ശരി, ആരായാലും ശരി, അതിന് കൃത്യമായ പോളിസി അനുസരിച്ച് വേണം ഓരോ കളിക്കാരും അതനുസരിച്ച് മുന്നോട്ട് പോകാൻ. പക്ഷേ സഞ്ജുവിന്റെ ഈ പിന്മാറ്റം തന്നെയാണ് KCA ചൊടിപ്പിച്ചിരിക്കുന്നത്. BCCI സെലക്ടേഴ്സിനെയും അത് തന്നെയാണ് ചൊടിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണവുമായി മാറുന്നത്. മുൻപും നേരത്തെ പ്രധാനപ്പെട്ട പല താരങ്ങൾക്ക് നേരെയും ഇതുപോലെ ആഭ്യന്തര മത്സരങ്ങൾ കളിക്കാത്തതിന്റെ പേരിൽ BCCI കർശനമായ നിലപാട് സ്വീകരിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 താരങ്ങളാണ് ഒന്ന് ഇഷാൻ കിഷൻ, ഒന്ന് ശ്രേയസ് അയ്യർ എന്നിവർ. ഇഷാൻ കിഷൻ ഇപ്പോൾ അതിനുകൊണ്ട് തന്നെ ഇഷാൻ കിഷൻ കൃത്യമായി
ടീമിൽ ഇടം നേടാൻ പോലും സാധിക്കാത്ത രീതിയിലാണ്. പ്രത്യേകിച്ച് T20യിലും 50 ഓവർ മത്സരങ്ങളിലും ഒക്കെ ഇഷാൻ എത്രമാത്രമാണ് ഇന്ത്യക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഓരോ ക്രിക്കറ്റ് പ്രേമികൾക്കും അറിയാവുന്നതാണ്. പക്ഷേ കൃത്യമായ സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്തില്ലെങ്കിൽ ഇഷാൻ കിഷനെ പോലെ തന്നെ രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇഷാനും ഇത്തവണത്തെ ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇടം നേടിയിട്ടില്ല. പക്ഷേ ശ്രേയസ് അയ്യർ ഇത്തവണത്തെ ടീമിൽ ഉണ്ട് എന്നുള്ളതും എടുത്ത് സൂചിപ്പിക്കേണ്ടതാണ്. IPL താരലേലത്തിൽ പോലും ശ്രേയസിനും മികച്ച ഒരു താരമൂല്യം ഉണ്ടായിരുന്നു. ഇത്തവണത്തെ ഓപ്ഷനിൽ ഏറ്റവും കൂടുതൽ വിലയ്ക്ക് പോയ ഒരു താരം കൂടിയാണ് ശ്രേയസ് അയ്യർ. പക്ഷേ നമ്മൾ സഞ്ജുവിന്റെ കാര്യത്തിലേക്ക് മാത്രം വരികയാണെങ്കിൽ എല്ലാ തരത്തിലുമുള്ള വികാരം, ഇപ്പോൾ ശശി തരൂർ MP പറഞ്ഞിരുന്നത് KCAയുടെ ഈഗോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. KCA ഈഗോ കളിക്കുകയാണ്. പ്രത്യേകിച്ച് വിജയ് ഹസാരെ ട്രോഫിയിൽ മികച്ച ആവറേജ് ഉള്ള ഒരു പ്ലെയർ കൂടിയാണ് സഞ്ജു. അപ്പോൾ അങ്ങനെ ഒരു താരത്തിന് മേൽ എന്തുകൊണ്ടാണ് ഈ ഒരു നിലപാട്, ഈ ഒരു കർശനമായ നിലപാട് എന്തുകൊണ്ട് സഞ്ജുവിന് നേരെ മാത്രം വരുന്നു? അതൊരു ഈഗോയിന്റെ ഭാഗമായി മാത്രം കാണാവുന്നതാണെന്നുള്ളതാണ് ശശി തരൂർ പറയുന്നത്. പക്ഷേ കൃത്യമായ ഒരു പോളിസി പ്രകാരമാണ് ഈ നിലപാടെടുത്തതെന്നാണ് KCAയുടെ ഭാരവാഹിയായ ശ്രീ ജയേഷ് ജോർജ് പറയുന്നത്. എന്തായാലും ഈ ഒരു തർക്കം തുടരുന്ന ഒരു സാഹചര്യത്തിൽ പോലും സഞ്ജു എന്തുകൊണ്ടാണ് ഈ ക്യാമ്പിൽ നിന്നും പിന്മാറിയത്, അതൊരു കൃത്യമായ ഒരു റീസണിങ് ഇതുവരെ സഞ്ജു നൽകാത്തിടത്തോളം കാലം BCCIക്ക് ഏറ്റവും കൂടുതൽ തലവേദനയായി മാറിയതും അതുകൊണ്ടാണ്. അല്ലെങ്കിൽ എന്താണ് കാരണം എന്നത് സംബന്ധിച്ച് ഒരു വിശദീകരണം നൽകേണ്ടത് ഒരു ബാധ്യത സഞ്ജുവിനുണ്ടായിരുന്നു. അത് സഞ്ജു നൽകുകയും ചെയ്തിരുന്നില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബംഗ്ലാദേശിലായിക്കോട്ടെ സൗത്ത് ആഫ്രിക്കയിലായിക്കോട്ടെ മിന്നും പ്രകടനമാണ്. അപ്പോൾ രണ്ട് മത്സരങ്ങളിൽ ഡക്കായി പുറത്തായെങ്കിൽ പോലും തിരിച്ചു വന്നത് 2 സെഞ്ചുറികൾ അടിച്ചുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു താരത്തിൽ, പ്രത്യേകിച്ച് അങ്ങനെ ഒരു താരത്തിൽ മാത്രമല്ല സൂര്യകുമാർ യാദവും ടീമിലിടം നേടിയിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ ഈ 2 പ്രധാനപ്പെട്ട താരങ്ങൾ എല്ലാം കൊണ്ടും ഇപ്പോൾ നേരത്തെ നടന്ന ബംഗ്ലാദേശ് സീരീസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കൻ സീരീസിലായിക്കോട്ടെ ഇന്ത്യൻ ടീമിന് വേണ്ടിയിട്ട് T20 മത്സരങ്ങളിൽ സഞ്ജു എത്രമാത്രം ഇമ്പോർട്ടന്റ് താരമാണെന്നുള്ളത് ക്രിക്കറ്റ് അനലിസ്റ്റുകൾ ഉൾപ്പെടെ സൂചിപ്പിക്കുന്ന ഒരു വേളയിൽ ചാമ്പ്യൻസ് ട്രോഫിയിൽ പ്രത്യേകിച്ച് ഒരു 50 ഓവർ മത്സരത്തിലേക്ക് വരുമ്പോഴേക്കും രോഹിത് ശർമ്മ ടീമിനെ നയിക്കുന്നു എന്നുള്ളതും കൂടി ഒരു വിമർശനം ഉന്നയിക്കുന്നുണ്ട്. കാരണം അതും ഒരു സാഹചര്യമായി രോഹിത് ശർമ്മയുടെ ഫോം ഇല്ലായ്മയും ഒക്കെ തന്നെ സംസാരിക്കപ്പെടുമ്പോഴാണ് എന്തുകൊണ്ട് ഫോം ഇത്തരത്തിൽ, അതായത് ഹരി ഏറ്റവും ഒടുവിൽ സൂചിപ്പിച്ച രോഹിത് ശർമ്മയുടെ പ്രകടനം ഒരുപക്ഷെ ഇന്ത്യൻ ആരാധകരെ മുഴുവൻ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് രോഹിത് ശർമ്മ കാഴ്ചവെച്ചത് എന്നത് നമുക്കറിയാം. ഇപ്പോൾ ഈ ടീമിന്റെ ഘടന പരിശോധിക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അനുഭവ സമ്പത്തുള്ള താരങ്ങൾക്ക് മാത്രം പരിഗണന നൽകുന്നു. ഹരി തന്നെ സൂചിപ്പിച്ച മറ്റു പേരുകൾ ഉണ്ട്. പ്രത്യേകിച്ച് ഈ ആഭ്യന്തര ക്രിക്കറ്റിലടക്കം മിന്നുന്ന പ്രകടനം നടത്തിയ എത്രയോ താരങ്ങൾ, അതിൽ അഭിഷേക് ശർമ്മ ഇടം പിടിക്കേണ്ടതാണ്, ദേവദത്ത് പടിക്കൽ ഇടം പിടിക്കേണ്ടതാണ്, കരുൺ നായർ ഇടം പിടിക്കേണ്ടതാണ്, സഞ്ജു സാംസണും നിതീഷ് കുമാർ റെഡ്ഡിയും തനുഷ് കുടിയനും ഒക്കെ ഈ ടീമിന്റെ പരിഗണനാ പട്ടികയിലേക്ക് വരേണ്ട പേരുകൾ ആണ്. പക്ഷേ ഇവരെല്ലാം ഇപ്പോൾ ടീമിന് പുറത്താണ്. അപ്പോൾ അനുഭവ സമ്പത്തിനെ മാത്രമാണോ ഇത്തവണ ഈ സെലക്ടർമാർ മാനദണ്ഡമായി കണക്കാക്കിയത്? അഭിലാഷ് അങ്ങനെ സൂചിപ്പിക്കേണ്ടി വരും. കാരണം കരുൺ നായർ എന്നൊരു പ്ലെയർ വളരെ പ്രധാനപ്പെട്ട ഒരു പ്ലെയറാണ് അഭിലാഷ് ഇപ്പോൾ സൂചിപ്പിച്ചത്. കാരണം ഈ വിജയ് ഹസാരെ ട്രോഫിയിൽ നമുക്കറിയാം കരുൺ നായർ ടെസ്റ്റ് ടീമിൽ ഇന്ത്യക്ക് ടെസ്റ്റിൽ ഒരു 300 റൺസ് അടിച്ചതിന് ശേഷം കരുൺ നായറിനെ പറ്റി ഒരു വിവരമില്ലാതിരുന്ന രീതിയിലാണ് വിജയ് ഹസാരെ ട്രോഫിയിൽ വന്നിട്ട് 7 മത്സരങ്ങളിൽ നിന്ന് 5 സെഞ്ചുറിയും ഒരു അർദ്ധ സെഞ്ചുറിയും നേടിക്കൊണ്ട് എല്ലാവരുടെയും ഞെട്ടിച്ചുകൊണ്ട് കരുൺ നായരുടെ പ്രകടനം എന്ന് പറയുന്നത്. അപ്പോൾ കരുൺ നായരുടെ ടീമിന് ഇടമില്ല. അതൊരു വലിയ തിരിച്ചടിയായിട്ട് തന്നെ എടുക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് ഈ പരിചയ സമ്പത്തുള്ള ഫോമില്ലായ്മയിൽ തുടരുന്ന കളിക്കാരെ വീണ്ടും ടീമിലിടം പിടിപ്പിക്കുന്നത് എന്നൊരു വലിയ ചോദ്യവും കൂടി ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രോഹിത് ശർമ്മ ബോർഡർ ഗവാസ്കർ ടെസ്റ്റിൽ അദ്ദേഹത്തിന് അവസാന ടെസ്റ്റ് മത്സരത്തിൽ നിന്ന് ഒഴിയേണ്ടി വന്നു. 5 ഇന്നിംഗ്സിൽ നിന്ന് വെറും 31 റൺസ് മാത്രമായിരുന്നു രോഹിത് ശർമ്മയുടെ പ്രകടനം എന്ന് പറയുന്നത്. ഒരു ഇന്ത്യൻ ക്യാപ്റ്റൻ എന്ന രീതിയിലും കൂടി എടുത്തു നോക്കേണ്ട ഒരു പ്രകടനവും കൂടിയാണ്. 5 ഇന്നിംഗ്സിൽ നിന്ന് 31 റൺസ് മാത്രമുള്ള രോഹിത് ശർമ്മയെ ടീമിന്റെ ക്യാപ്റ്റനായിട്ട് വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അതൊരു വലിയ ചോദ്യമായി തന്നെ ഉയരുകയാണ്. സഞ്ജുവിന് നേരെയുള്ള ഇത് ഒളിയമ്പ് തന്നെയാണോ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. കൃത്യമായ ഒരു വിശദീകരണം സഞ്ജു നൽകാത്തിടത്തോളം ഇത് ഇപ്പോഴും ഒരു കാരണവുമില്ലാതെ ഒരു തീരുമാനവുമില്ലാതെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഘടകത്തിലേക്ക് തന്നെ കാര്യങ്ങൾ മാറുകയും ചെയ്യും. മാത്രമല്ല ഇപ്പോൾ അഭിഷേക് ശർമ്മ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ കരുൺ നായർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട താരങ്ങൾ അവരൊക്കെ ഫോമിൽ നിൽക്കുമ്പോൾ ഇന്ത്യൻ ടീമിൽ അവർ ഭാഗമാവുകയാണെങ്കിൽ കൃത്യമായി അത് ടീമിനെ തന്നെ മാറ്റുന്ന ഒരു ഘടകത്തിലേക്ക് കാര്യം മാറും. പക്ഷേ വീണ്ടും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലെയേഴ്സിനെ മുന്നോട്ട് വെച്ചുകൊണ്ട് നിലവിൽ അവരുടെ ഫോം തീരെ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ചാമ്പ്യൻസ് ട്രോഫി പോലൊരു വേദിയിലേക്ക് ഇന്ത്യൻ ടീമിനെ അയക്കുമ്പോൾ അതെന്തുകൊണ്ടാണ് എന്നൊരു വലിയ ചോദ്യം കൂടെ ഉന്നയിക്കപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ പ്രധാനപ്പെട്ട താരങ്ങൾ അവർ എക്സ്പീരിയൻസ്ഡ് പ്ലെയേഴ്സ് ആണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ നിലവിലത്തെ ഫോമിൽ വെച്ചുകൊണ്ട് ഇവരെ വീണ്ടും പുഷ് ചെയ്ത് ഒരു ചാമ്പ്യൻസ് ട്രോഫി പോലൊരു വേദിയിലേക്ക് മാറുമ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണെന്നൊരു വലിയ ചോദ്യം സെലക്ടർമാർക്കും ഇടയിലുണ്ട്. ഇപ്പോൾ അജിത് അഗാർക്കർക്ക് നേരെയും വലിയൊരു ചോദ്യചിഹ്നം കഴിഞ്ഞ ദിവസം ഉന്നയിക്കപ്പെട്ടിരുന്നതും അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ സഞ്ജുവിനെ തഴഞ്ഞതിൽ മാത്രമല്ല 15 അംഗ സ്ക്വാഡിൽ ഏതൊക്കെ താരങ്ങൾ ഉൾപ്പെടുത്തും, ഇതിൽ കൃത്യമായ ഒരു ലോബി ഉണ്ടോ? എന്തുകൊണ്ടാണ് ഈ താരങ്ങളെ മാത്രം വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകുന്നത്? എത്ര മത്സരങ്ങൾ ഫെയിലിയർ ആയാൽ പോലും എന്തുകൊണ്ട് ഇവരെ വെച്ചുകൊണ്ട് മാത്രം ഇന്ത്യൻ ടീം വീണ്ടും
മത്സരങ്ങൾ തുടരുന്നു എന്നൊരു ചോദ്യമാണ്. ആ ടൂർണമെന്റുകൾ, പ്രധാനപ്പെട്ട ടൂർണമെന്റുകളിലൊക്കെ തന്നെ എന്തുകൊണ്ട് ഈ താരങ്ങളെ വെച്ചുകൊണ്ട് മാത്രം കളിക്കാൻ ഇറങ്ങുന്നു എന്നൊരു ചോദ്യമുണ്ട്. എന്തുകൊണ്ട് പുതിയ ക്യാമ്പയിനേഴ്സിന് ഒരു അവസരം കൊടുക്കുന്നില്ല? ഈ ഒരു ചോദ്യവും കൂടിയാണ് ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്നത്. അതോടൊപ്പം തന്നെയാണ് ഏവരും പ്രതീക്ഷിച്ചിരുന്ന ഇന്ത്യയിലെ കഴിഞ്ഞ T20 മത്സരങ്ങളിലൊക്കെ തന്നെ മിന്നും പ്രകടനം കാഴ്ചവെച്ചിരുന്ന സഞ്ജുവിന്റെ ഫോം, അത്രമാത്രം അദ്ദേഹം ഫോമിൽ തുടരുന്ന ഒരു വേളയിൽ സഞ്ജുവിനെ മാറ്റുന്നു എന്നൊരു ചോദ്യം കൂടി ഉന്നയിക്കപ്പെടുമ്പോഴാണ് BCCIയുടെ ഈഗോയാണ് ഈ കാരണം എന്ന് പറഞ്ഞുകൊണ്ട് ശശി തരൂർ രംഗത്തെത്തുന്നത്. കാരണം ഒന്നും പറയാതെ തന്നെ സഞ്ജു മാറി നിൽക്കുന്നത് BCCI സെലക്ടേഴ്സിനെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരുവിധ തർക്കവുമില്ല. ആ ഒരു ഘട്ടത്തിൽ സഞ്ജുവിന് വിശദീകരണം വളരെ അനിവാര്യമാണ്. എന്തായിരിക്കും സഞ്ജു ഇതിന് കൃത്യമായൊരു മറുപടി പ്രതീക്ഷിക്കുന്നുണ്ട്. KCയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായ പോളിസി ഉണ്ടെന്ന് പറയുന്നു. ക്യാമ്പിൽ ആദ്യം ഇടം ചേർത്തിട്ട് പോലും ഒരു കാരണവും പറയാതെ ഒരൊറ്റ വരിയിൽ മാത്രം ഒരു മെയിൽ അയച്ചിട്ട് നമുക്ക് ഈ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷ അറിയാമല്ലോ. നേരത്തെ ശ്രീശാന്തിനെ പോലെയുള്ള താരങ്ങൾ അടക്കം ഇന്ത്യൻ ടീമിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചു. പിന്നീട് വിവാദങ്ങളിൽപ്പെട്ട് അത് അസ്തമിച്ചു പോകുന്ന സാഹചര്യം.